അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തം നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാം ഉള്ളുലച്ച ഒരു വിമാന ദുരന്തമാണ്. സമാനമായിട്ടുള്ളൊരു ദുരന്തത്തിലേക്ക് നീങ്ങിയേക്കാമായിരുന്നു ഇപ്പോൾ ജപ്പാനിൽ നടന്നൊരു സംഭവം. ജപ്പാനിലെ എയർലൈൻസ് ബോയിങ് 737 എന്ന് പറയുന്ന വിമാനം 26,000 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ വിമാനം പതിക്കുന്ന ദൃശ്യങ്ങളല്ല, വിമാനത്തിനകത്തുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങളാണ്. അവർ എത്രത്തോളം പാനിക്കാണ് ആ വിമാനത്തിനകത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദൈവഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്തായാലും യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളില്ലെങ്കിൽ ഞങ്ങൾ ആ വിഷ്വൽസ് കാണിക്കുന്നതാണ്. എന്തായാലും ഈ വിമാനത്തിനുള്ളിൽ നടക്കുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിനകത്തുള്ള പാസഞ്ചറുകൾ മുഴുവൻ ഷെയ്ക്കണായി പോയിരിക്കുന്നു. അതായത് വളരെയധികം ഭയന്ന് വിറയ്ക്കുകയാണ് എന്നുള്ളതാണ്. ആ ഷെയ്ക്കൻ പാസഞ്ചേഴ്സ് അവരുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതുകയാണ്. അതായത് ഷെയ്ക്കൻ പാസഞ്ചേഴ്സ് ബിഹാൻ റൈറ്റിംഗ് ഡൗൺ ദെയർ വിൽസ് ആൻഡ് സെൻഡിങ് മെസ്സേജ് ടു ലൗഡ് വൺസ് ലൈക്ക് ഇൻഷുറൻസ് ഇൻഫർമേഷൻ. അതായത് തങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് ഇൻഫർമേഷൻ ഉണ്ട്, അത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയക്കുകയാണ്. തങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ടൈപ്പ് ചെയ്ത് അയക്കുകയാണ്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലെയിൻ വാസ് ഗോയിങ് ഫ്രം ഷാങ്ഹായ് ടു ടോക്കിയോ ആൻഡ് ഹാഡ് 191 പീപ്പിൾ ഓൺ ബോർഡ്. ഷാങ്ഹായിൽ നിന്നും ടോക്കിയോയിലേക്ക് പോകുന്ന ഈ പ്ലെയിനിൽ 191 പേരാണ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് അറ്റൻഡ് ഓക്സിജൻ മാസ്കുകൾ പെട്ടെന്നെടുത്ത് വയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും പാനിക്കായി ഓക്സിജൻ മാസ്കുകളൊക്കെ വെച്ചുകൊണ്ട് വളരെയധികം ഭയന്നിരിക്കുന്ന ദൃശ്യങ്ങളാണിത്. എന്തായാലും ഈ പാനിക്കിൻ്റെ ഇടയിലും ഡെസ്പൈറ്റ് ദ പാനിക് ദ എയർക്രാഫ്റ്റ് ലാൻഡഡ് സേഫ്ലി. ഈ എയർക്രാഫ്റ്റ് വളരെയധികം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.